ഞങ്ങൾക്ക് രണ്ടുപേർക്കും 15 ദിവസത്തേക്ക് ഒരു വെക്കേഷൻ കിട്ടി. എവിടെയെങ്കിലും പോവാന്നുള്ള ധാരണയിൽ ഒരുപാട് പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ അവധി കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും അന്താളിച്ചു പോയി. വീട്ടിൽ നിന്ന് കുറച്ച് നാള് ബോറടിച്ചു കഴിഞ്ഞപ്പോ എന്നാ പിന്നെ എവിടെയെങ്കിലും പോവാന്നുള്ള തീരുമാനമായി. ഒരുപാട് ദൂരം പോവാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല, അതിനുള്ള ഫണ്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ തൊളൈദവിൽ നിന്ന് മാൻഡ്രിഡിലേക്ക് വരാനായിട്ട് അധികം ദൂരമില്ല, വെറും 45 മിനിറ്റേ ഉള്ളൂ. എന്നാൽ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ മാൻഡ്രിഡിൽ തന്നെ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. ഒന്നാമത്തെ ദിവസത്തോടു കൂടി ഞങ്ങൾ മാൻഡ്രിഡ് അത്യാവശ്യം ചുറ്റലൊക്കെ ചുറ്റി കഴിഞ്ഞിട്ടാണ് ഹോസ്റ്റൽ ബുക്ക് ചെയ്യാത്ത കാര്യം ആലോചിച്ചത്. 12 മണി കഴിഞ്ഞ് ഇനി ഹോസ്റ്റൽ എന്തെങ്കിലും കിട്ടുമോന്നായി ഞങ്ങളുടെ സംശയം. എന്നാൽ നമുക്ക് ഗൂഗിളിൽ നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഗൂഗിളിൽ നോക്കി. ഗൈസ്, 12 മണി കഴിഞ്ഞിട്ടും ഇവിടെ ഹോസ്റ്റൽ അവൈലബിൾ ആണ്. എയർബിഎൻബി ആണ് ഞങ്ങളെ രക്ഷിച്ചത്. നമ്മൾ പേയ്മെന്റ് അടിച്ചു, അവര് ലൊക്കേഷൻ അയച്ചു തന്നു, പിന്നും അയച്ചു തന്നു. അങ്ങനെ ഈ പിൻ നമ്പറും കൊണ്ട് വേണം നമ്മൾ ഹോസ്റ്റലിൽ കയറാനായിട്ട്. അങ്ങനെ പിൻ നമ്പർ അടിച്ചു, റൂം തുറന്നു. 6 ബെഡ് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ റൂമില്. ഓരോ വാതിലിനും ഓരോ പിൻ നമ്പർ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഡോറിന്റെ പിൻ നമ്പർ തന്നെയായിരിക്കും നമ്മുടെ റൂമിന്റെ പിൻ നമ്പർ. റൂമിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഡൈനിങ് ഏരിയ ആണ്. പിന്നീട് കിച്ചൺ ആണ്. നല്ല വൃത്തിയും മെനയുള്ള ഹോസ്റ്റലാണ് കേട്ടോ. നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഹോസ്റ്റലിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു വെൽക്കമിന്റെ ബാനർ ആണ് നമ്മൾ കാണുന്നത്. അവിടെ ഇവിടെയായിട്ട് കുറെ പ്ലക്കാർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ആസ്തെറ്റിക് ആയിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ ഫുഡ് കുക്ക് ചെയ്യാനുള്ള സമയമില്ലാത്തതിന്റെ പേരിൽ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഓരോ ഡോറുകളിലും ഓരോ ഹോസ്റ്റലേഴ്സ് താമസിക്കുന്നുണ്ട്. റൂമിലാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് മിറർ ഒന്നുമില്ല, ഇത് പബ്ലിക് ആയിട്ട് മിറർ വെച്ചിരിക്കുന്നതാണ്. എന്തായാലും രസമില്ലേ? ഒരു പബ്ലിക് സ്പേസ് ആയതിന്റെ പേരിലാണ് കേട്ടോ ഞാൻ ഇത് കൂടെയൊക്കെ നടക്കുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണ്. ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാത്റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ആസ്തെറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഹോസ്റ്റല്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.